ഇന്നേ കുറ്റിച്ചൂലം പയർ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ പാടത്തേക്ക് പോയപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. നമ്മുടെ വീടിന് ചുറ്റും നെൽപ്പാടങ്ങളാണ്. ഇവിടെയുള്ള കർഷകരൊന്നും നെൽപ്പാടങ്ങൾ അങ്ങനെ കൃഷി ചെയ്യാതെ ഇടാറില്ല. എല്ലാവരും എല്ലാ വിളവും ചെയ്യാറുണ്ട്. കൃഷി ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും വരമ്പ് വയ്ക്കാറുണ്ട്. വരമ്പ് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വരമ്പിന് വല്ല പോടൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വരമ്പ് വയ്ക്കുന്നത്. വരമ്പ് വെച്ചാൽ മാത്രമേ നമ്മുടെ കണ്ടത്തിലുള്ള വളവും പിന്നെ അതിന് വേണ്ട വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് കെട്ടി നിർത്താനും തുറന്നു വിടാനൊക്കെ പറ്റുള്ളൂ. ഈ വരമ്പിലാണ് നമ്മൾ പയർ വിത്ത് പാവണത്. അതങ്ങനെ വിതറി കൊടുക്കുക ചെയ്യുക. പിന്നെ അതങ്ങനെ മുളച്ച് വലിയ തൈയായി പിന്നെ അതിലങ്ങനെ പയറൊക്കെ നിറയെ ഉണ്ടാവും. പിന്നെ അതിന് പ്രത്യേക പരിചരണമൊന്നും കൊടുക്കാറില്ല. നെൽക്കതിരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വയൽ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പച്ച പുതച്ച് കിടക്കണ പോലെയാണ് കിടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. 300 ഏക്കറിന് മുകളിൽ പാടം അങ്ങനെ 3 വശത്തായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നരാടൊക്കെ പോയി പൊട്ടിക്കേണ്ട പയറാണ്. പക്ഷേ ഞാനിപ്പോൾ 2-3 ദിവസമായി പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പയർ കുറച്ച് മൂത്തിട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി കുറച്ച് പയർ നമുക്ക് പൊട്ടിച്ചിട്ട് വരാം. മറ്റുള്ള പലതരത്തിലുള്ള പയർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ പയറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. അത്രയും ടേസ്റ്റാണ് ഈ പയർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വൈകുന്നേരങ്ങളിൽ പാടം കാണാനും പുഴ കാണാനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഒരു കാര്യം മറന്നു, ഇപ്പോൾ ഈ പാടത്തിൻ്റെ അറ്റത്ത് റെയിൽ കാണാനുണ്ടല്ലോ, ട്രെയിൻ പോണത്, അതിൻ്റെ താഴെയായിട്ട് ഭാരതപ്പുഴയാണ്. ഈ പയറധികം വലിപ്പം വയ്ക്കാത്ത പയറാണ്. ഇതേ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് കുറ്റിച്ചൂലം എന്നുള്ള പേര് വന്നത്. പയർ പൊട്ടിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഒരു ബക്കറ്റോളം പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചയാണിത്. ആ സമയത്ത് ഒരാൾ പുല്ലരിഞ്ഞിട്ട് തലയിൽ വെച്ച് വരുന്നതാണ് ആ കാണുന്നത്. പനി മാറിയതിന് ശേഷം ഒച്ച അടഞ്ഞിട്ട് ശബ്ദം ഇതുവരെ ശരിയായിട്ടില്ല. ഞാൻ പയർ പൊട്ടിക്കാൻ പോയപ്പോൾ പിന്നാലെ പോന്നതാ. ഏട്ടൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. എൻ്റെ ഇതൊക്കെ കഴിയണ വരെ അവൾ ഒപ്പം നിന്നു. അത്യാവശ്യം പയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കിയെടുക്കും. ഇത് നന്നാക്കലൊരു ടാസ്ക്കാണ്. പയർ പൊട്ടിക്കാൻ പോകാൻ 2 ദിവസം വൈകിയതുകൊണ്ടേ പയർ കുറച്ച് ചിലതൊക്കെ മൂത്തിരിക്കുന്നു. അപ്പോൾ അത് തൊലിക്കാനുള്ളതാണ് കൂടുതൽ, പിന്നെ പൊട്ടിക്കാനുള്ളതും ഉണ്ട്. ഈ പയർ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഇതിന് വേവ് കൂടുതലാണ്, മറ്റുള്ള പയറിനേക്കാളും വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നേരം വേവിക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കൂടാതെ 1 ടീസ്പൂൺ ഉപ്പും. ഈ തരം പയർ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പയർ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്ന സമയത്ത് അത് മേലേക്ക് തെറിക്കാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടാതെ ചെറിയ ഉള്ളി കുറച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 8-10 എണ്ണം. നമുക്കൊരു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളകൊന്ന് മൂത്ത് വരണം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ മുളകും ഉള്ളിയും എല്ലാം കൂടിയിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പയർ നമുക്ക് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇത് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്.
ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഉള്ളി മുളകൊക്കെ ആ പയറിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറ്റിച്ചോലൻ പയറുപ്പേരി ഇപ്പോൾ ഇവിടെ തയ്യാറായി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.